الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، الشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم أولا وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ വീട്ടിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് അവധിക്കാലമാണ്. അവർ ഏറെ സന്തോഷിക്കുന്ന സമയമാണ്. കഴിഞ്ഞുപോയ 10 മാസങ്ങൾ തിരക്ക് പിടിച്ച പ്രഭാതങ്ങളും അതുപോലെ വളരെയേറെ ഭാരമേറിയ ദിവസങ്ങളുമൊക്കെ ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർ പലപ്പോഴും പങ്കുചേർന്നിരുന്നത് അവരുടെ സുഹൃത്തുക്കളോട് കൂടെയാണ്, അധ്യാപകരോട് കൂടെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവ ശുദ്ധീകരണത്തിൻ്റെ കുറേയേറെ പങ്ക് അവരുടെ കൂട്ടുകാരോടൊപ്പവും അവരുടെ അധ്യാപകരോടൊപ്പവുമായിരുന്നു.
അതിൻ്റെ കുറേയേറെ പോരായ്മകൾ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇസ്ലാമിന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയുള്ള അവധിക്കാലം അവരേറെ സ്നേഹിക്കുന്ന മാതാപിതാക്കളോടൊപ്പമാണ്. മാതാപിതാക്കൾ ഏറെ സ്നേഹിക്കുന്ന മക്കളോടൊപ്പമാണ് അവധിക്കാലം അവരും ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ കുറിച്ച് ശ്രദ്ധിക്കണം. അവധിക്കാലം ഒരു പ്രശ്നമല്ല, അതൊരു അനുഗ്രഹമാണ്. അതിൽ അശ്രദ്ധ കാണിക്കാൻ പാടില്ല. ആ സമയത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. عن ابن عباس رضي الله عنهما قال النبي صلى الله عليه وسلم نعمتان مغبون فيهما كثير من الناس الصحة والفراغ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാത്ത് ചെല്ലാൻ മറന്നു പോകുന്നില്ലല്ലോ അല്ലേ കൂട്ടത്തിൽ. നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറു മിനൻ നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ, അതിലധികം ആളുകളും വഞ്ചിതരാണ്. ഏതാണ് ആ രണ്ട് അനുഗ്രഹങ്ങൾ? അസ്സിഹ്ഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവു സമയവുമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പറഞ്ഞു വെച്ച ആ വാചകം ഈ കാലഘട്ടത്തിൽ എത്ര സത്യമാണ് എന്ന് നമ്മൾ ഓർക്കുക. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ ചില കാര്യങ്ങളെ സത്യം ചെയ്തുകൊണ്ട് പറയാറുണ്ട്. എന്തിനാണ് ആ വിഷയത്തെക്കുറിച്ച് സത്യം ചെയ്തു പറയുന്നത്? ആ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സമയത്തെക്കുറിച്ച് പറഞ്ഞ കുറേയേറെ സ്ഥലങ്ങളുണ്ട്. വല്ലുഹ, വല്ലുഹ, പ്രഭാതം തന്നെയാണ് സത്യം. വല്ലൈലി, രാത്രി തന്നെയാണ് സത്യം, രാത്രി ഒരു സമയമാണ്. വന്നഹാരി, പകൽ തന്നെയാണ് സത്യം. പിന്നെ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് അല്ലാഹു പറഞ്ഞു വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. സമയത്തിനൊരു അത്ഭുതമുണ്ട്, അതാരെയും കാത്തു നിൽക്കുന്നില്ല. സമയം ആരെയും കാത്തു നിൽക്കുന്നില്ല. എത്ര ചാർജ് ചെയ്താലും പെട്ടെന്ന് ചാർജ് പോകും. സമയത്തെ തിരിച്ചു പിടിക്കാനും കഴിയില്ല. നമ്മൾ നകന്നു പോകുന്ന ഓരോ സമയവും അത് നഷ്ടപ്പെട്ടു പോയി. ഇനി ആ സമയം തിരിച്ചു വരില്ല. നമുക്കൊരു 10 വയസ്സുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് ആലോചിക്കുമ്പോൾ നല്ല കാലമായിരുന്നു. പ്രാരാബ്ദങ്ങളില്ലാത്ത, ജോലിയെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലാത്ത, എല്ലാവരും താലോലിച്ചിരുന്ന മനോഹരമായ കുട്ടിക്കാലം ഉണ്ടായിരുന്നു നമുക്ക്. തിരിച്ചു കിട്ടില്ല ഖിയാമത്ത് നാളോളം. പ്രിയമുള്ളവരെ, ആ സമയത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. ആ സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിറജുലിൻ വഹുവ യഅ്ലുഹു യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ ശബാബക ഖബ്ല ഹറമിക വസിഹ്ഹതിക ഖബ്ല സഖബിക
വഗിനാക ഖബ്ല ഫഖരിക വഫറാഗക ഖബ്ല ശുഗ്ലിക വഹയാതക ഖബ്ല മൗതിക. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തിയെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, 5 കാര്യങ്ങൾക്ക് മുമ്പുള്ള 5 കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തണം. 5 കാര്യങ്ങൾ വരാനുണ്ട്, അതിനു മുമ്പുള്ള 5 കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തണം. ഒന്നെന്താണെന്നറിയുമോ? ശബാബക ഖബ്ല ഹറമിക, പ്രായമാകുന്നതിന് മുമ്പുള്ള നിന്റെ യുവത്വമാണ്. യുവത്വം നമുക്ക് എന്തും ചെയ്യാനുള്ള സമയമാണ്, ആരാധനകൾ ചെയ്യാനുള്ള സമയമാണ്, നന്മകൾ ഏറെ ചെയ്യാനുള്ള സമയമാണ്, അള്ളാഹുവിന്റെ ഇഷ്ടം ഏറെ സമ്പാദിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രായമാകുന്നതിന് മുമ്പ് നീ യുവത്വത്തെ ഉപയോഗപ്പെടുത്തണം. ഇന്ന് പ്രായമായവർ ഖേദിക്കുകയാണ്, നിന്ന് നമസ്കരിക്കാൻ പറ്റുന്നില്ല, പള്ളിയിലേക്ക് പോകാൻ കഴിയുന്നില്ല, പല നന്മകളിലും പങ്കുചേരാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ആ പ്രായം നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ ആരോഗ്യമുണ്ടല്ലോ, യുവത്വമുണ്ടല്ലോ, അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. രണ്ടാമത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് വസിഹതക ഖബ്ല സഖമിക, നിങ്ങളിലേക്ക് രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. യാത്രയിൽ നമ്മളൊന്ന് വീണുപോയാൽ, പ്രിയമുള്ളവരെ, കാലൊന്നൊടിഞ്ഞു പോയാൽ, നമ്മുടെ ഓർമ്മയൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ, എന്തെല്ലാം പ്രയാസങ്ങൾ നാം അനുഭവിക്കേണ്ടി വരും. അതിനു മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണേ, കുടുംബത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണേ, അതുപോലെ നാടിന് വേണ്ടി ഉപയോഗപ്പെടുത്തണേ. അതിനു മുമ്പ് മരണപ്പെട്ടു പോയാൽ പരലോകത്ത് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അല്ലാഹ് ഇഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണേ. മൂന്നാമതായി പറഞ്ഞത് വഗിനാക ഖബ്ല ഫഖരിക, ദാരിദ്ര്യത്തിന് മുമ്പുള്ള നിന്റെ സമ്പന്നതയാണ്. അള്ളാഹു നൽകിയ സമ്പത്ത് പിടിച്ചു വെക്കല്ലേ പ്രിയമുള്ളവരെ. ആ സമ്പത്ത് റബ്ബ് കൊണ്ടുപോയി ദാരിദ്ര്യത്തിലേക്ക് വരുന്ന അവസ്ഥയുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വാർത്ത വായിച്ചു കാണും. ഒരു ഉമ്മ മരിക്കാനുണ്ടായ കാരണം വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരു വീട് ജപ്തി ചെയ്യാൻ വേണ്ടി ബാങ്കുകാർ വന്നു. ആ ഉമ്മയെ, വയ്യാതെയായ ഉമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കി മറ്റൊരു മകന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കാരണം എന്താ? 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മകനെ കാണാതായി. ആ മകനാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്. ലോണിന്റെ അടവ് തെറ്റിപ്പോയപ്പോ ബാങ്കുകാർ വീട്ടിലേക്ക് വന്നു. ആ ഉമ്മയുടെ അനാരോഗ്യ സമയത്താണ് കടന്നു വന്നത്. അതിന് സങ്കടം സഹിക്കവയ്യാതെ പിറ്റേന്ന് നേരം പുലരുമ്പോഴേക്കും അറ്റാക്ക് വന്നുകൊണ്ട് ആ ഉമ്മ മരണപ്പെട്ടു പോയി. അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ. മനസ്സിലായില്ലേ? അതാ പറഞ്ഞത്, പെട്ടെന്ന് വരും, ഇൻഷാ അല്ലാഹ് പറയാനുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് ഇതൊന്നും കയറുന്നില്ല. നമ്മൾ അഹങ്കാരികളാണ് പ്രിയമുള്ളവരെ. അഹങ്കാരത്തോടു കൂടെയാണ് നമ്മുടെ യാത്രകൾ, അഹങ്കാരത്തോടു കൂടെയാണ് നമ്മുടെ ജീവിതം, അഹങ്കാരത്തോടു കൂടെയാണ് നമ്മുടെ വർത്തമാനം. ഞാനടാ എന്ന് പറയുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങളാണ് പറയുന്നതെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ആരും തന്നെയല്ല. അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെ, അതുപോലെ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് സമ്പന്നത, ആ സമ്പത്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാനെന്ന് ഓർക്കുന്നുണ്ട്, ഈ പള്ളിയിൽ നിന്ന് ഒരിക്കൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, വിദ്യാർത്ഥിയാണ്, ഇറങ്ങുമ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് 50 രൂപ എൻ്റെ കയ്യിൽ വെച്ചു. 50 രൂപ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ, ഒന്നും കൂടെ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട്. 50 രൂപ എൻ്റെ കയ്യിലേക്ക് തന്നിട്ട്, പള്ളി നിർമ്മാണത്തിലേക്കാണ് ഉസ്താദേ ഇത്, ഇനി ജോലി കിട്ടി ശമ്പളം കിട്ടിയാൽ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ നൽകാമെന്ന് പറഞ്ഞു തന്ന ചെറുപ്പക്കാരൻ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. നോക്കുക, അതാണ് കയ്യിലുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്ത് സമ്പാദിച്ച ചെറുപ്പക്കാരൻ.
നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാലാമതായി പറഞ്ഞത് തിരക്കാകുന്നതിന് മുമ്പുള്ള നിന്റെ ഒഴിവ് സമയം. നമ്മളെല്ലാവരും പറയില്ലേ ഭയങ്കര തിരക്കാൻ, എല്ലാവരും തിരക്കില്ല. ഈ തിരക്ക് ആരുണ്ടാക്കിയതാണ്? നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന ഒരു കാര്യമുണ്ട്, വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കണം. അള്ളാഹു നൽകിയ ശരീരവും ആരോഗ്യവും നശിപ്പിക്കുന്ന രൂപത്തിൽ സമ്പത്തെ, പണമേ എന്ന് കരുതിക്കൊണ്ട് അതിനുവേണ്ടി മാത്രം അധ്വാനിക്കുന്ന മനുഷ്യനായി മാറരുത്. ആർത്തി പൂണ്ട മനുഷ്യനായി മാറരുത്. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. അതേപോലെ തന്നെ പണിയെടുക്കേണ്ട സമയത്ത് പണിയെടുക്കണം. അള്ളാഹ്ക്ക് വേണ്ടി നീക്കി വെക്കേണ്ട സമയത്ത് അള്ളാഹ്ക്ക് വേണ്ടി സമയം നീക്കി വെക്കണം. അഖിലുകാർക്ക് വേണ്ടി സമയം നീക്കി വെക്കണം. ഒരുപാടുണ്ട്. പക്ഷെ എപ്പോൾ ചോദിച്ചാലും നമ്മളൊക്കെ എന്താ സമയമല്ല അല്ലേ? നമ്മൾ പരസ്പരം കണ്ടുപിടി. അല്ല പഴയ പോലെ ഒന്നും വിളിക്കാറൊന്നുമില്ലല്ലോ. ഒന്നും പറയണ്ട, ഓട്ടം തന്നെ ഓട്ടം. എന്തോട്ടം അല്ലേ? നമ്മൾ സാധാരണ പറയുന്ന വാക്കുകൾ അതൊക്കെ. രാവിലെ അങ്ങോട്ട് കയറിയ പിന്നെ പാതിരാക്ക് ഇറങ്ങി വരണേ, പിന്നെ ഇപ്പം മൊബൈൽ നോക്കാനൊന്നും നേരം കിട്ടാറില്ല. നിങ്ങളെന്താ വീട്ടിക്കുന്നു? അത് മറ്റേ കുടുംബക്കാരെ വീട്ടിക്കുന്ന പോത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കൾക്ക് ബാപ്പാന്റെ കുടുംബത്തിൽ എത്ര ആളുകൾ അറിയാം? ബാപ്പാന്റെ അനിയന്റെ മക്കളുടെ മക്കൾ അറിയുന്ന മക്കളുണ്ടോ നമ്മുടെ വീട്ടിൽ? ഉമ്മാന്റെ ഏട്ടത്തിയുടെ മക്കളുടെ മക്കൾ അറിയുന്നവരുണ്ടോ നമ്മുടെ കുടുംബത്തിൽ? ഉണ്ടോ? ചോദിച്ചൊക്കെ നമ്മുടെ മക്കളോട് ഒന്നിനും അറിയില്ല. ഇപ്പൊ ബ്രോയിലർ കോഴി പോലെയാണ് നമ്മുടെ മക്കളൊക്കെ. ഒഴിവ് സമയം എങ്ങനെയാന്നുള്ളത് ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അപ്പം അത് മനസ്സിലാവും. ഇതൊക്കെ മാറ്റമുണ്ടാവണം. അപ്പം തിരക്കാകുന്നതിന് മുമ്പുള്ള ഒഴിവ് സമയം അല്ലേ? തിരക്കുണ്ടാവും ജീവിതത്തിൽ, ഇല്ലാന്നൊന്നും പറയില്ല. അതിനെ നിഷേധിച്ചതല്ല, തിരക്കുണ്ടാവും, ഉറപ്പാണ്. പക്ഷെ അതിനു മുന്നേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുറേ ഒഴിവുകളുണ്ട്. ആ ഒഴിവിനെ നമുക്ക് നന്നായിട്ട് ചെലവഴിക്കാൻ പറ്റണം. അഞ്ചാമത് പറഞ്ഞ കാര്യം നിന്റെ അടുക്കലേക്ക് ഒരാൾ വരും. അതാരാണ്? മലക്കുൽ മൗത്താണ്. മലക്കുൽ മൗത്ത് വന്ന ആത്മാവിനെ പിടിക്കുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തണേ. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. മരണം വരുന്നതിന് മുമ്പൊക്കെ ചെലവഴിച്ചോളി, അതിന് ശേഷം അവസരം കിട്ടില്ല. പിന്നെ നമ്മൾ മരിച്ചതിന് ശേഷം പരലോകത്ത് പറയും ഫഅസ്വദ്ദക, ഞാൻ സദക്ക ചെയ്തോളാം, ഞാൻ സാലിഹ്യങ്ങളിൽ പെട്ടോളാം, പടച്ചോൻ എന്നെ ഒന്നും ഒഴിവാക്കിത്താ. അപ്പം അല്ലാഹ് എന്താ പറയാ? വലയ്യു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. താക്കീതാണ്. പിന്നെ പിന്തിക്കൂല. അതാ സമയം വന്നു കഴിഞ്ഞാൽ അതങ്ങ് തീരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? വഹയാതക ഖബ്ല മൗതിക, മരണം എന്നും നമ്മുടെ അടുക്കലേക്ക് വരാം. മരണത്തിന് ഒരു സമയം നിശ്ചയിച്ചിട്ടില്ല, അതിനൊരു മാസം നിശ്ചയിച്ചിട്ടില്ല, അതിനൊരു വർഷം നിശ്ചയിച്ചിട്ടില്ല. അല്ലാഹ് തീരുമാനിച്ച സമയം മരണം നമ്മുടെ അടുക്കലേക്ക് വരാം. നമ്മുടെ അഖിലുകാരുടെ കണ്ണീരിന് കാരണമാകുന്ന മരണം വരാം. 6 അടി മണ്ണിലേക്ക് നമ്മളെ കൊണ്ടുവെക്കുന്ന ഒരു ദിവസം വരാം. അതിനു മുമ്പ് നമ്മുടെ ജീവിതത്തെ, ശരീരത്തെ, ചിന്തയെ, അതുപോലെ തന്നെ നമുക്ക് അല്ലാഹ് നൽകിയ സകല അനുഗ്രഹങ്ങളെയും നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്താ പറയാനുള്ളത്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്ത് നോക്ക് നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലയോ സത്യവിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും, നമ്മളും നമ്മുടെ അഖിലുകാരെയും, നമ്മളെയും നമ്മുടെ അഖിലുകാരെയും കത്തിയാളുന്ന നരകത്തു നിന്ന് രക്ഷപ്പെടുത്തണേ. വഖൂദുഹന്നാസു വൽ ഹിജാറ. ഇത് വെറുതെ പറയുന്ന കെട്ടുകഥകളല്ല. ആ നരകത്തിലെ വിറക് കല്ലും മനുഷ്യരുമാണ്. അത് മാത്രമല്ല, അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, അതിശക്തരായ മലക്കുകളാണ് ആ നരകത്തിനെ കാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും.
അള്ളാന്റെ കൽപ്പന കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ആ മലക്കുകൾ. അതിനെ വലിച്ചു കൊണ്ടുവരുന്ന മലക്കുകളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ചോളി. നമ്മളും രക്ഷപ്പെടണം, നമ്മുടെ അകലുകാരും രക്ഷപ്പെടണം, നമ്മുടെ മക്കളും രക്ഷപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. നമ്മളാണ് അവർക്ക് മാതൃക ആകേണ്ടത്. നമ്മൾ അവരോട് പലപ്പോഴും പല ഉപദേശങ്ങളൊക്കെ കൊടുക്കും. പക്ഷേ നമ്മൾ പലപ്പോഴും അത് ക്ലിയർ ആക്കാറില്ല എന്നുള്ളതാണ്. ഷെയ്ഖ് ഉസൈമി റഹ്മഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, അല്ലിമു ഔലാദക്കും അസ്സിദ്ഖ്. നിങ്ങളെ കുട്ടികളെ നിങ്ങൾ എന്താ പഠിപ്പിക്കേണ്ടത്? സത്യം പഠിപ്പിക്കണം. അവരോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കളവ് പറയരുത്. നിങ്ങൾ ആലോചിക്കേ, നമ്മുടെ മക്കളോടൊക്കെ എത്ര കളവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും? ചിന്തിച്ചാൽ മതി. പല തരത്തിലും കളവ് പറഞ്ഞിട്ടുണ്ടാവും. ഷെയ്ഖ് പറയണത് മക്കളോട് സംസാരിക്കുമ്പോൾ കളവ് പറയരുത്. അതേപോലെ തന്നെ അവർക്ക് വാഗ്ദാനം നൽകുകയാണെങ്കിൽ അത് ലംഘിക്കുകയും ചെയ്യരുത്. 3 കാര്യം. 1, സിദ്ക്ക്, സത്യം പറയണം. കളവ് പറയരുത്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവേശത്തോടു കൂടെ എന്തെങ്കിലുമൊക്കെ പറയാം, അത് മേടിച്ചേരാം, ഇത് മേടിച്ചേരാം, അങ്ങോട്ട് മേടിച്ചേരാം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ആ കുട്ടിക്ക് ഉപയോഗമുള്ളതാണെങ്കിൽ, അത് ആ കുട്ടിയുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണെങ്കിൽ, ഒരു കരാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ആ കരാറ് പൂർത്തീകരിക്കണം. വലിയ വിഷയമാണ്. അപ്പോഴേ നമ്മളൊന്ന് മക്കൾ പഠിക്കുള്ളൂ. ഇനിയോ, മഹാനായ ഉത്ബത്ത് ബിൻ അബീ സുഫിയാൻ റഹ്മഹുല്ല ഒരു സന്താനത്തെ മര്യാദ പഠിപ്പിക്കുന്നവരോട് പറഞ്ഞു, സന്താനത്തിന്റെ പ്രഥമ സംസ്കരണം നീ സ്വന്തത്തെ നന്നാക്കുന്നതിലാണ്. മക്കളെ നന്നാക്കണമെങ്കിൽ നമ്മൾ ആദ്യം നന്നാവണം. രാത്രിയിൽ ഖിയാമുൽ ലൈലി നിസ്കരിക്കാൻ മോനോട് പറയാൻ ബാപ്പ തയ്യാറാകുന്നുണ്ടെങ്കിൽ ആദ്യം ബാപ്പ എണീറ്റ് നിസ്കരിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലാതെ പറയരുതെന്ന്. അവരുടെ നയനങ്ങൾ നിങ്ങൾക്ക് മേൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്തയും നോട്ടമൊക്കെ നമ്മളിലുണ്ട്. എൻ്റെ വാപ്പ എന്താ ചെയ്യണം നോക്കുന്നുണ്ട്, എൻ്റെ അമ്മ എന്താ ചെയ്യണം നോക്കുന്നുണ്ട്. അപ്പം മാതൃക നമ്മളിൽ നിന്ന് കിട്ടണം. അതുകൊണ്ട് അവരുടെ അടുക്കൽ നന്മ ചെയ്യുന്നവരാകണം. അവർ തിന്മ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഉപേക്ഷിക്കുന്ന കാര്യങ്ങളാകണം. തിന്മകളൊക്കെ നമ്മളിലില്ല എന്ന് നമ്മൾ മക്കൾ എന്ത് ചെയ്യണം? അറിയണം, കാണണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ ഉത്ബത്ത് ബിൻ അബീ സുഫിയാൻ റഹ്മഹുല്ല അത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. അപ്പം ആ രീതിയിൽ ഇൻഷാ അല്ലാഹ് നോക്കുക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മാതൃക അതിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല കുൻതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ ഇഹ്ഫദില്ലാ. മോനെ, ആ വിളി നോക്കണം. നമ്മളൊക്കെ വിളിക്കുന്ന വിളി നമുക്കറിയാം. മക്കളെ വെറുതെ അല്ലേ, ശത്രുവാണത്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞുതരാം. മക്കളെ വിളിക്കുന്ന വിളിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുക, യാ ഗുലാം, എൻ്റെ കുട്ടി, എൻ്റെ മോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, നിനക്ക് കുറച്ച് കലിമത്തുകൾ പഠിപ്പിച്ചുതരാം. ഇഹ്ഫദില്ലാ യഹ്ഫദില്ലാ യഹ്ഫദക യഹ്ഫദില്ലാ തജിദഹു തുജാഹക ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ വഅലം അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക. മഹാനവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാണ്, വലബിജ്തമഉ അലാ അൻ യളറൂക ബിശൈഇൻ ല യളറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക റുഫിഅത്തിൽ അഖ്ലാം വജഫത്തിസ് സുഹഫ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയായിരുന്ന കാലത്ത് നബിയുടെ കൂടെ സഹയാത്രികനായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. വല്ലാത്തൊരു ഭാഗ്യം കിട്ടിയ സ്വഹാബിയാണ്. മോനെ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അപ്പോൾ അവൻ നിന്നെ സംരക്ഷിക്കും. മക്കളോട് പറയേണ്ട വാക്കാണ്. അപ്പം എന്താ നമ്മുടെ മക്കളോട് പറയണ്ടേ? ചെറിയ മക്കളോട് പറയാം, മോനെ, നിനക്ക് സംരക്ഷണമാണോ, നിനക്ക് സുരക്ഷിതത്വമാണോ, എന്താ വേണ്ടേ? അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. അങ്ങനെ പറയണം. അവർക്ക് ഇഷ്ടപ്പെടുന്ന ഭാഷയിൽ പറയണം.
അവരാഗ്രഹിക്കുന്ന ഭാഷയിൽ പറയണം. ആ പ്രവാചകന്റെ വാക്കുകൾ നോക്കൂ നിങ്ങൾ. നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അപ്പോൾ അവൻ നിന്നെ സംരക്ഷിക്കും. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അപ്പോൾ നിന്റെ കാര്യത്തിൽ സഹായിയായി നിനക്ക് അവനെ കാണാം. മോനെ, നിനക്ക് സഹായം വേണോ? പഠിക്കുന്ന കാര്യത്തിൽ സഹായം വേണോ? എളുപ്പം വേണോ? എന്താ വേണ്ടേ? അള്ളാഹിനെ സൂക്ഷിക്കണം കേട്ടോ. നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ നീ അള്ളാഹുവോട് ചോദിക്കണം. നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട. അങ്ങനെ പരീക്ഷയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോൾ മക്ബറകളിലേക്ക് പോകണം എന്നല്ല പറയേണ്ടത്. തീർന്നു, അതോടെ വലിയ വിഷയമാണ്. അവിടെയാണ് ലുക്മാൻ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് ഓർമ്മ. ഇത് ഖുറാനിലുള്ള. അവിടെ ഈ ലുക്മാൻ അലൈഹിസ്സലാം പറയുന്ന യാ ബുനയ്യ, വിളി നോക്ക് നിങ്ങൾ. നേരത്തെ യാ ഗുലാം, അടുത്ത വിളിക്കുന്ന യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ പൊന്നുമോനെ നീ ശിർക്ക് ചെയ്തു പോകരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് ഏറ്റവും വലിയ പാപമാണ് പൊന്നുമോനെ. പാപ്പ പഠിപ്പിച്ചു കൊടുക്കാൻ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കല്ലോ. ഇല്ല, അത് തന്നെയാണ് ഏറ്റവും വലിയ ആപത്ത്. അതുകൊണ്ടാണ് അവർ നമുക്ക് തിരിഞ്ഞു വരുന്നത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇത് ചെയ്യണം. ചോദിക്കുകയാണെങ്കിൽ ആരോടാ മോനെ ചോദിക്കേണ്ടത്? എന്താണ് അല്ലേ? മനുഷ്യരുടെ കഴിവിൽപ്പെടാത്ത അള്ളാഹുവിനകത്ത് മാത്രം തരാൻ നൽകുന്ന കുറെ കാര്യങ്ങളില്ലേ? അക്കാര്യങ്ങളൊക്കെ റബ്ബിനോട് ചോദിക്കണേ. അള്ളാഹുവേ, എനിക്ക് നീ ഹിദായത്ത് നൽകണേ റബ്ബേ. അള്ളാഹുവേ, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ ആരോഗ്യം നൽകണം അല്ലാ. അള്ളാഹുവേ, എൻ്റെ പരീക്ഷയിൽ നീ എളുപ്പം നൽകണേ അല്ലാ. അള്ളാഹുവേ, എൻ്റെ പഠനം ഉപകാരപ്രദമായ പഠനമാക്കി തീർക്കണേ അല്ലാ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ മക്കളെ പഠിപ്പിക്കേണ്ടതാരാ? രക്ഷിതാക്കളാണ്. ഇതൊക്കെ ആരോടാ ചോദിക്കേണ്ടത്? അള്ളാഹിനോടാണ് ചോദിക്കേണ്ടത്. നീ വല്ല സഹായവും ചോദിക്കുകയാണെങ്കിൽ അത് റബ്ബിനോട് ചോദിക്കണം പൊന്നുമോനെ. നീ അറിയണം, ഒരു സമൂഹം നിനക്ക് വല്ല ഉപകാരവും ചെയ്യാൻ ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിനക്ക് വേണ്ടി നിശ്ചയിച്ചുറപ്പിച്ചതിനപ്പുറം ഒന്നും അവർക്ക് ചെയ്തു തരാൻ കഴിയില്ല. ഒരു സമൂഹം മുഴുവനും നിനക്ക് സഹായം ചെയ്യാൻ വന്നാലും അള്ള ചെയ്യാൻ ഉദ്ദേശിച്ചതിനേക്കാൾ അപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ മക്കളോട് കൂടെ കുറച്ച് ഒത്തിരി സമയം ഇരിക്കണം നിങ്ങൾ. ഇപ്പോൾ നമ്മളെ വീട്ടിലെ അവസ്ഥ എന്തെന്നറിയും? ഞാൻ പറഞ്ഞുതരാം. പാപ്പ എവിടെ ഉണ്ടാവും? ഒന്നുകിൽ ലിവിങ് റൂമിലുണ്ടാവും, അല്ലെങ്കിൽ ബെഡ്റൂമിലുണ്ടാവും. ഉമ്മ എവിടെ ഉണ്ടാവും? അടുക്കളയിലാണ്. സംഭവം ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ എന്താവും? ഓൺലൈനിലായിരിക്കും, അവരുടേതായ ഒരു ലോകത്തായിരിക്കും. 2 കുട്ടികളുള്ള ഒരു കുട്ടി എവിടെ ആയിരിക്കും? അതിൻ്റേതായ താമസ സ്ഥലത്തായിരിക്കും, റൂമിലായിരിക്കും. വേറൊന്നും ഇവിടെ ആയിരിക്കും അല്ലേ? ഒരു റൂമിൽ 4 സ്ഥലത്താ, ഒരു ബന്ധമില്ല. ഇനി എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എന്താണ്? അത് പിന്നെ മെസ്സേജ് ആയിരിക്കും വരിക വാട്സപ്പിൽ. അള്ളാഹു കാത്ത് രക്ഷിക്കും. അങ്ങനെയല്ല, ഇരിക്കണം. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരിക്കണം. ഒഴിവുള്ള സമയത്ത് നിങ്ങൾ ഇരിക്കണം. നിങ്ങൾ ഞാൻ എൻ്റെ ഖുത്ബകളിൽ ഇടയ്ക്ക് എൻ്റെ അനുഭവം പറയാറുണ്ട്. എന്തിനാ അറിയോ? നിങ്ങളുടെ മനസ്സിലേക്ക് തട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഞാൻ ഏറെ സന്തോഷിച്ചൊരു സമയമുണ്ട്. എൻ്റെ 2 മക്കൾ എൻ്റെ അടുത്ത് വന്ന് വീടിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് പറഞ്ഞു. മോൻ പറഞ്ഞു, ചെയറിൽ വന്നിരിക്കാൻ പറഞ്ഞു. വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, കുറച്ചേരം ഇരിക്കണം, ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. എന്നിട്ട് ശരീരത്ത് പുരട്ടുന്ന എണ്ണ കൊണ്ടുവന്നിട്ട് പുള്ളിക്കാരൻ ശരീരം തലക്ക് താഴെ പരട്ടി തന്നു. അപ്പോഴുള്ളൊരു സന്തോഷത്തിനെന്നറിയും. തലയിൽ പുരട്ടുന്ന എണ്ണ എടുത്ത് അവൻ പുരട്ടി തന്നു. അത് കഴിഞ്ഞ് മോള് വന്നു. പിന്നെ മോളുടെ വക ഒരു മെസ്സേജ്. നല്ല സുഖമുണ്ടായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ 1 മണിക്കൂർ നേരം ആ മക്കളുമായിട്ട് കുറച്ച് നേരം ഇങ്ങനെ അവരുമായിട്ട് ചെലവഴിച്ചപ്പോൾ കിട്ടിയൊരു സുഖമുണ്ടല്ലോ, ദുന്യാവിൽ വേറെ എവിടെയും കിട്ടൂല. ഞാനിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ കൂട്ടേണ്ടതാണ്. പക്ഷെ എനിക്ക് വേറൊരു വഴിക്ക് പോകേണ്ടത് കൊണ്ടും സമയം വൈകേണ്ടത് കൊണ്ടും വരുന്ന വഴിക്ക് മറ്റൊരു പള്ളിയിൽ ഇറക്കിയിട്ടാണ് കൊണ്ടുവന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ അങ്ങോട്ട് എങ്ങനെയാണോ അതേപോലെ അവരിങ്ങോട്ട്. ഉറപ്പാണ്. നമ്മളെ പഠിപ്പിച്ചു കൊടുത്താൽ മതി.
നമ്മുടെ ഒരു സൂക്ഷ്മത ഇതിലുണ്ടാകണം. അതുകൊണ്ട് മക്കളോടുകൂടെ സമയം ചെലവഴിക്കണം. എന്നിട്ട് ഉമ്മാന്റെ വേദനകൾ പറഞ്ഞു കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്തില്ലേ, ഉമ്മ ഗർഭം ചുമന്ന വേദന, ഉമ്മാന്റെ വേദനകൾ, ഉമ്മാന്റെ പ്രയാസങ്ങൾ അത് പറഞ്ഞു കൊടുക്കണം. അവരുടെ വിശപ്പ് മാറുന്നതിന് മുമ്പ് മക്കളുടെ വിശപ്പ് മാറ്റിയവരാണ് ഉമ്മമാർ. അവർ ഉറങ്ങുന്നതിന് മുമ്പ് മക്കളെ ഉറക്കിയവരാണ് ഉമ്മമാർ. അവർ നല്ല വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ് മക്കളെ നല്ല വസ്ത്രം ധരിപ്പിച്ചവരാണ് ഉമ്മമാർ. അതിനു വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തവരാണ് വാപ്പമാർ. ഇതൊക്കെ ഒന്ന് മക്കളുമായിട്ടൊന്ന് ഇങ്ങനെ സംസാരിച്ചിരിക്കണം. അപ്പോഴേ അവർക്ക് ആ സ്നേഹം വരുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 2-3 ഖുത്ബകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ നമുക്കത് പറയാം. ഒരു ഖുത്ബ കൊണ്ട് അവസാനിക്കുന്നതല്ല. അതുകൊണ്ട് ഈ ഒഴിവ് സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് എങ്ങനെ, ഏത് രൂപത്തിൽ, ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഊസികും സാനിയ്യം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുക. പറഞ്ഞു വന്നത് ഇനിയുള്ള സമയം എങ്ങനെ ചെലവഴിക്കണമെന്നാണ്. ഒന്ന്, നമ്മളൊരു ഒരാഴ്ചയിൽ 1-2 ദിവസം നമ്മളൊന്ന് കണ്ടെത്തുക. നമ്മുടെ വാഹനം എടുക്കണം, നമ്മുടെ മക്കളതിൽ കയറ്റണം, ബന്ധു വീടുകളിലേക്ക് യാത്ര പോകണം. നിങ്ങൾ ഓരോ വീട്ടിൽ ചെന്നാലും ചോദിക്കും, ഇങ്ങനൊക്കെ വളർന്നോ, തൻ്റെ മോനാണില്ലേ ചോദിക്കും. ചോദ്യത്തിന് കാരണം നമ്മളാണ്. കുട്ടി കണ്ടു ചോദിക്കും, ഇതാരാ, പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരും. എന്നാലും വേണ്ടില്ല, അത് ഉപ്പാൻ്റെ പെങ്ങളാൻ, ഉപ്പാൻ്റെ ഏട്ടനാൻ, ഉപ്പാൻ്റെ അനിയനാൻ, ഉമ്മാന്റെ അനിയത്തിയാണ്, ഉമ്മാന്റെ ഏട്ടത്തിയാണ്, അത് ഉമ്മാന്റെ ഉപ്പാന്റെ അനിയന്റെ മകനാണ്. പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളൊക്കെ മരണശേഷം ഈ മക്കളും ഒന്നും അല്ലാണ്ടായിത്തീരും. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ഖുത്ബ കേട്ട നിങ്ങളൊരു തീരുമാനം എടുക്കുക. എപ്പോഴാണോ നിങ്ങൾക്ക് ഖുർആൻ പറ ആരാധനയുടെ വിഷയത്തിൽ ഒഴിവ് കിട്ടുമ്പോൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്നിനും ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം വിശ്വാസികൾ എന്നാണ്, ചങ്ങല പോലെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇന്നത്തെ ഖുത്ബ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളൊരു തീരുമാനം, ഒരുമിച്ച് ഒരു യാത്രക്ക് നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒന്ന് യാത്ര പോകാൻ, അവരെ കാണാനും അവരുമായി അല്പനേരം ഇരിക്കാനും സ്നേഹം പങ്കുവെക്കാനും ബന്ധങ്ങളെ പരസ്പരം കൂട്ടിപ്പിടിക്കാനൊക്കെ നമുക്ക് കഴിയണം. അല്ലാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? കുടുംബ ബന്ധം മുറിക്കുന്നവന് സ്വർഗ്ഗമില്ല. ഇത് മുറിക്കാൻ ഇതൊന്നും അറിയണ്ടേ? മുറിക്കണോ കൂടണോ എന്ന് ഇതൊന്നും അറിയണ്ടേ? അല്ലേ? ഇത് ബന്ധേ ഇല്ല. അപ്പൊ ഇനി സ്വർഗത്തിന്റെ അവസ്ഥ പറയാൻ പറ്റൂ? നമ്മളും നമ്മുടെ മക്കളും മാത്രം മതിയോ? പോരാ. അതുകൊണ്ടായി പറയുന്നത്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു സമയം ഈ വെക്കേഷൻ ടേമുകളിൽ കഴിയാവുന്നത്ര വീടുകളിൽ, ബന്ധുക്കളെ വീടുകളിൽ കയറണം. അയൽവാസികളെ വീട്ടിലേക്ക് നമ്മുടെ മക്കളെ കൈപിടിച്ച് കൊണ്ടുപോയി അവിടുത്തെ മക്കളും നമ്മുടെ മക്കളും അവിടുത്തെ വീട്ടുകാരും നമ്മുടെ മക്കളും ഒക്കെ അറിയണം. നമ്മുടെ ചെറുപ്പകാലം പിന്നെ കുട്ടിക്കാലം ആലോചിച്ചൊക്കെ എത്ര രസകരമായിരുന്നു. അന്ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പൂമ്പാറ്റകളെ പോലെ പാറിപ്പറന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. ഇന്ന് നമ്മുടെ മക്കൾ അങ്ങനെ ആകുന്നില്ല. ഒരു കുഞ്ഞിനൊരു ഉമ്മ ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുന്നത്? കുട്ടി കരയും, നേരെ മൊബൈല്, ടാബ് അല്ലെങ്കിൽ TV, കുട്ടിക്ക് ഇഷ്ടമുള്ള ഒന്നാണ് ഓണാക്കി കൊടുക്കും, പിന്നെ ഇങ്ങനെ തള്ളിക്കൊടുക്കും. അതിങ്ങനെ ഒരു ഓട്ടോമാറ്റിക്. പണ്ടങ്ങനെയല്ല. ഉമ്മ ഒക്കത്ത് വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങി ആകാശലോകത്തിലെ അമ്പിളിമാമനെയും നക്ഷത്രങ്ങളെയും കാണിച്ചു തന്നിട്ട് പറയും, ആ നിലാവുലികൾ പകർന്നു നൽകുന്ന അമ്പിളിമാമന്റെ മനോഹരമായ ചിത്രത്തെ നോക്കി, അതാണ് മോനെ അമ്പിളിമാമൻ എന്ന് പറഞ്ഞ് നമുക്ക് ഭക്ഷണം നൽകി തന്ന ഉമ്മയെ നമ്മൾ മറന്നിട്ടില്ല. പാട്ട് പാടിത്തരും. ഉമ്മക്ക് നേരില്ല ആ മുറ്റത്തേക്ക് ഇറങ്ങി അതൊന്ന് കാണിച്ചു കൊടുക്കാൻ. പച്ചിലകളെ കാണിച്ചു കൊടുത്ത്, പച്ചിലകളിൽ നിന്ന് പാറിപ്പറക്കുന്ന തുമ്പികളെയും
അതുപോലെ തന്നെ അതുപോലെയുള്ള ജീവികളെയും കാണിച്ചു കൊടുത്തുകൊണ്ട് ചിത്രശലഭങ്ങളെ കാണിച്ചു കൊടുത്ത് അതിന്റെ വർണ്ണാഭമായ വർണ്ണങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്താൽ അത് മക്കൾക്ക് ഗുണകരമാണ്. കാഴ്ചക്ക് ഒരു പ്രോബ്ലം ഇല്ല, തലച്ചോറിനൊരു കുഴപ്പമില്ല. നിങ്ങൾക്കറിയോ, പുതിയ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഈ വെക്കേഷൻ ടേമുകളിൽ കണ്ണ് പരിശോധിക്കുന്ന ഐ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് കുട്ടികളാണ് എന്ന റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. കാരണം ഈ കാഴ്ചയാണ്. തലച്ചോറിനൊക്കെ വലിയ അപകടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാ പറയുന്നത്. അല്ലാഹു കാക്കട്ടെ. അതിനർത്ഥം ഇതൊന്നും ഉപയോഗിക്കേണ്ടെന്നല്ല, ഇതൊക്കെ ഉപയോഗിക്കാനുള്ള തന്നെയാണ്. പക്ഷെ ലിമിറ്റേഷൻസുകൾ വേണം. അതിനെന്ത് വേണം? നമ്മൾ മക്കളോടുകൂടെ ഇരിക്കണം, കുറച്ച് കളിക്കണം, കളിക്കാനിരിക്കണം, അവരോടൊപ്പം കളിക്കാനിരിക്കണം, വർത്തമാനം പറയാനിരിക്കണം, അവരുടെ സ്കില്ലുകൾ വളർത്താൻ അവരോടൊപ്പം ഇരിക്കണം. അങ്ങനെ കുറച്ചൊക്കെ സമയം ചെലവഴിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ 2 കുട്ടികൾ ചെയ്ത 1 മണിക്കൂറിൽ ഇന്നലെ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് പണി അവർക്ക് കൊടുത്തു. ആ പണികളെല്ലാം അവർ ചെയ്തു. ഒരാൾ അടിക്കുന്നു, ഒരാൾ തുടക്കുന്നു, ഒരാൾ മറ്റേ അടുക്കളയിലെ കുറച്ച് പണികൾ ചെയ്യുന്നു. കുറേശ്ശെ പണികൾ ഇങ്ങനെ കൊടുത്തു അവർക്ക്. ആ സമയം മുഴുവനും അവർ മൊബൈൽ തൊട്ടിട്ടില്ല, ടാബ് തൊട്ടിട്ടില്ല, ഒന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ മതി. ചായ ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. മക്കൾ പഠിക്കട്ടെ. മോളെ വിളിച്ചിട്ട് പറയാം, ചെറിയ കുട്ടിയുടെ ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയും. ചിലപ്പോൾ നല്ല കടുപ്പുണ്ടാവും, എന്നാലും പറയാം കുഴപ്പമില്ല. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ടാവും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളുമായിട്ടുള്ള സമയം നമ്മളൊന്ന് കാര്യമായിട്ട് ഇൻഷാ അല്ലാഹ് ചെലവഴിക്കുക. അതുപോലെ ഈ നാളെ CRE ഇവിടെ ഉദ്ഘാടനം ചെയ്യാണ്. CRE വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള അതേപോലെ പിന്നെ ഒരു എഡ്യൂക്കേഷൻ മെത്തേഡാണ് CRE എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളെ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ഇവിടെ എത്തിക്കുക, അവർ മതം പഠിക്കട്ടെ. അതേപോലെ ഖുർആൻ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു. ഒഴിവ് സമയം ഞായറാഴ്ചക്ക് പരമാവധി ഒഴിവാണ്, രാവിലെയാണ് ക്ലാസ്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇനി സമയം നമുക്കെതിരെ പറയുന്ന ഒരു വർത്താനുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ അതൊക്കെ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അടുത്ത ഖുതുബയിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ മറക്കാതിരിക്കുക. പള്ളിയുമായിട്ട് ബന്ധമുണ്ടാവുക, ആരാധനകളിൽ ബന്ധമുണ്ടാവുക, സ്വതക്കകൾ കൊടുക്കാൻ കിട്ടുന്ന സമയത്ത് കൊടുക്കുക, നിർബന്ധ സക്കാത്തിന്റെ സമയങ്ങളൊക്കെ വരുന്ന സമയത്ത് അതെല്ലാം കൊടുത്തു വിട്ടുക. നല്ലവരായി, നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി, നല്ല വർത്തമാനങ്ങൾ പറയുന്നവരാകുക. നമുക്കെതിരെ വരുന്ന ഏത് വിഷയങ്ങളെയും ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിനെതിരെ പറയാനും സംസാരിക്കാനുമുള്ള ആർജവവും ഈമാനും നാം പിന്നെ നേടിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങൾ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകളെ നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നല്ല നിലയിൽ ഒഴിവ് സമയം ചെലവഴിക്കുവാനും നിന്നിലേക്ക് മടങ്ങുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കളെ ഏറ്റവും നല്ല രീതിയിൽ സ്നേഹത്തോടെ ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ ദറജകൾ ഉയർത്തുന്ന രൂപത്തിൽ, അവരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കിട്ടുന്ന രൂപത്തിൽ സാലിഹായ മക്കളെ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഇസ്ലാമിക ഇസ്സത്തോടെ ഈമാനോടുകൂടെ തഖ്വയോടുകൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. മറ്റു പല കാരണങ്ങളാലും മറ്റു പലതുകൊണ്ടും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ദീനീ രംഗത്ത് സമയം മുഴുവനും എന്ന പോലെ ഓടി നടന്ന് ചെലവഴിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ പേരിൽ ചില പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, എല്ലാം എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാം എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇനിയും കൂട്ടമായി പ്രവർത്തിക്കാൻ, ഈ പള്ളിയുടെയും ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم رب ارحمهما كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله.